നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന പാഠഭാഗമാണ്. ഏകദേശം ആ അധ്യായത്തിൻ്റെ കാൽഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ സ്ഥാനവും പദവും തമ്മിലുള്ള ബന്ധം എന്താണ് ആ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് പൊസിഷൻ ആൻഡ് ടേംസ്. പൊസിഷൻ ആൻഡ് ടേംസ്. പൊസിഷൻ ആൻഡ് ടേംസ് എന്ന കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഞാനൊരു സമാന്തര ശ്രേണി എഴുതാം. 2, 5, 8. Then next is 11. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ സമാന്തര ശ്രേണികളുടെ കാരണം 3 വീതം കൂട്ടിയാണ് എഴുതിയത്. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 3 ആയിരിക്കും. കോമൺ ഡിഫറൻസ് 3 ആണ്. ഇതിന്റെ ഫസ്റ്റ് ടൈം f is equal to 2. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനം. ഒന്നാമത്തേത്, ഒരു ടേമിൽ നിന്നും അടുത്ത ടേമിലേക്ക് നമ്മൾ എങ്ങനെ പോകും, അല്ലെങ്കിൽ ഒരു ടേം കിട്ടിയാൽ നമ്മൾ അടുത്ത ടേം എങ്ങനെ കണ്ടുപിടിക്കും. അപ്പൊ എനിക്ക് 2 സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. ഫസ്റ്റ് ടൈം 2ഉം കോമൺ ഡിഫറൻസ് 3യുമാണ്. ഞാൻ എങ്ങനെ സീക്വൻസ് എഴുതും? എനിക്ക് വേണ്ടത് സെക്കൻഡ് ടൈം വേണം. അപ്പൊ ഞാൻ അതിന് ഫസ്റ്റ് ടൈമിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യും? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. ഫസ്റ്റ് ടൈം 2 പ്ലസ് കോമൺ ഡിഫറൻസ് 3. 2 + 3 = 5. ഓക്കെ, ദെൻ തേർഡ് ടൈം വേണം. അതിനെന്ത് ചെയ്യും? സെക്കൻഡ് ടൈമിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യും? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. സെക്കൻഡ് ടൈം x2 എത്രയാ? 5 പ്ലസ് കോമൺ ഡിഫറൻസ് 3. ആൻസർ എന്ത് വരും? 8 എന്ന് വരും. ഇനി ഞാനിതാ ഇങ്ങനെ നോക്കുന്നു. ഫസ്റ്റ് ടൈം കൺസിഡർ ചെയ്യുന്നു. ഫസ്റ്റ് ടൈം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിന്റെ കൂടെ ഞാൻ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് എനിക്ക് തേർഡ് ടൈം കിട്ടുക? ഒന്നാമതത്തിന്റെ കൂടെ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ എനിക്ക് മൂന്നാമതം കിട്ടും? ഒരു പ്രാവശ്യം കൂട്ടുമ്പോൾ രണ്ടാമതം കിട്ടും, വീണ്ടും ഒരു പ്രാവശ്യം കൂട്ടിയാലേ മൂന്നാമതം കിട്ടും. അഥവാ ഒന്നാം പദത്തിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യണം? 2 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാലേ എനിക്ക് എന്ത് കിട്ടൂ? മൂന്നാമതം കിട്ടും. മനസ്സിലായ? അപ്പോൾ മൂന്നാമതം കണ്ടുപിടിക്കാൻ 2 മാർഗമുണ്ട്. ഒന്നുകിൽ എന്ത് ചെയ്യാം? രണ്ടാം പദത്തിന്റെ കൂടെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൂട്ടാം, ആഡ് ചെയ്യാം. അല്ല എങ്കിൽ ഒന്നാം പദത്തിന്റെ കൂടെ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടാം. ഓക്കെ, ഇങ്ങനെ 2 രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം? ലളിതമായി പറഞ്ഞാൽ മൂന്നാം പദം കണ്ടുപിടിക്കും. നാലാമതും കിട്ടാൻ ഇത് തന്നെയല്ല മാർഗം. എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ മൂന്നാമതത്തിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുക, അല്ലെങ്കിൽ രണ്ടാമതത്തിന്റെ കൂടെ 2 പ്രാവശ്യം കൂട്ടുക. 5-നോട് 1 പ്രാവശ്യം 3 കൂട്ടിയാൽ 8, വീണ്ടും 3 കൂട്ടുമ്പോൾ 11. അല്ലെങ്കിൽ ഒന്നാമതത്തിന്റെ കൂടെ എന്ത് ചെയ്യുക? 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ എനിക്ക് നാലാം പദം കിട്ടും. അപ്പൊ ഈ ഒരു ആശയം മനസ്സിൽ കരുതുക. ദെൻ ഇവിടെ 2, 5, 8, 11 ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളൊന്ന് നോക്കി. 2, 5, 8 അതിലെ മധ്യപദമാണ് 5. ഈ മധ്യപദവും ഒന്നാം പദവും മൂന്നാം പദവും തമ്മിലൊരു ബന്ധമുണ്ട്. മധ്യപദം എത്രയാണ്? 5. ഒന്നാം പദം 2, മൂന്നാം പദം 8. അവ കൂട്ടി അതിന്റെ പകുതി എടുത്താൽ എന്ത് കിട്ടും? മധ്യപദം കിട്ടും. ശരിയായ? അതായത് ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങൾ എ, ബി, സി ഇവയാണ് എങ്കിൽ ഇഫ് എ, ബി ആൻഡ് സി ആർ 3 consecutive terms of an arithmetic sequence, then mid term b is equal to എന്ത് വരും? a plus c all divided by 2. ക്ലിയർ ആയല്ലോ? ഇത് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എങ്ങനെ തെളിയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് d is equal to കോമൺ ഡിഫറൻസ് is equal to b minus a എന്ന് പറയാം. സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുമ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടും. അല്ലെങ്കിൽ d is equal to c minus b എന്നും പറയാം. ശരിയാണല്ലോ? ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോ b മൈനസ് എ ഈസ് ഈക്വൽ ടു സി മൈനസ് എന്ത്? ബി എന്ന്. ഈ ബി നമുക്ക് ഇങ്ങോട്ട് മാറ്റാം, എ ഇങ്ങോട്ട് മാറ്റിയാൽ ബി മൈനസ് ബി പദത്തും എന്താകും? പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി പ്ലസ് എ. എന്താ ബി പ്ലസ് ബി? 2b ഈസ് ഈക്വൽ ടു സി പ്ലസ് എയും എ പ്ലസ് സിയും രണ്ടും പോസിറ്റീവ് ആണ്, സെയിം ആണ്. ദെൻ ബി ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? എ പ്ലസ് സി ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച ആശയം. മധ്യപദം എന്ന് പറയുന്നത്
ആ മധ്യപദത്തിന്റെ രണ്ട് വശങ്ങളിൽ വരുന്ന സംഖ്യകളുടെ തുകയെ പകുതി അല്ലെങ്കിൽ അതിന് 2 കൊണ്ട് ഹരിക്കുന്നതാണ്. അപ്പോൾ ABC തുടർച്ചയായ 3 പദമാണെങ്കിൽ മധ്യപദം B എന്ന് പറയുക A+C² ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ദെൻ ഇതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന അടുത്തൊരു കാര്യമാണ് ഈ ഒരു റിലേഷൻ നോക്കി. മധ്യപദത്തിന്റെ ഇരട്ടി എന്ന് പറയുന്നത് ഒന്നാം പദവും മൂന്നാം പദവും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയായിരിക്കും. ശരിയല്ലേ? മധ്യപദം 5, അതിന്റെ ഇരട്ടി 10 എന്ന് പറയുന്നത് ഒന്നാം പദം 2, മൂന്നാം പദം 8 കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ. ഇത്രയുമാണ് ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ക്ലിയർ ആയോ? ദെൻ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം 4ഉം അതിന്റെ കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടൈം 14 കരുതുക. ഫസ്റ്റ് ടൈം 4ഉം സെക്കൻഡ് ടൈം 14 കരുതുക. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 10 എന്ന് കിട്ടും. സെക്കൻഡ് ടൈമിന് പകരം തേർഡ് ടൈമാണ് 14 എന്ന് കരുതുക. സെക്കൻഡ് ടൈമിന് പകരം എത്രാമത്തെ ടൈമാണ് 14? തേർഡ് ടൈമാണ് 14. ഇങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ കോമൺ ഡിഫറൻസ് കാണും? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ടൈം 4 ആണ്, സെക്കൻഡ് ടൈം ഇല്ല, തേർഡ് ടൈം 14 ആണ്. നമുക്ക് എന്താ വേണ്ടത്? കോമൺ ഡിഫറൻസ് ആണ് വേണ്ടത്. എങ്ങനെ കണ്ടു? ഇതറിയണമെങ്കിൽ സ്ഥാനവും പൊതുവ്യത്യാസവും തമ്മിലുള്ള ബന്ധം അറിയണം. We know about the relation between position and common difference. ഒന്നാം പദം, ഇത് രണ്ടാം പദം, നമുക്കറിയില്ല. ഇത് സീക്വൻസിന്റെ മൂന്നാം പദം. ഓക്കെ, ഒന്നാം പദത്തിന്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലായിരിക്കും നമുക്ക് മൂന്നാം പദം കിട്ടുക? ഒന്നാം പദവും മൂന്നാം പദവും നമ്മൾ എടുക്കുന്ന സ്ഥാനങ്ങളാണ്. ഒന്നാം പദത്തിന്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് മൂന്നാം പദം കിട്ടുക? എടുക്കുന്ന സ്ഥാനം ഏതാ? 1ഉം 3. അതറിയാനായിട്ട് ഇവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി. 3ൽ 1 കുറച്ചാൽ എന്താ? 2. അപ്പോൾ ഒന്നാം പദത്തിന്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക? 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? മൂന്നാം പദം കിട്ടുക. ആ ഡിഫറൻസ് നോക്കിയാൽ മതി. ഉള്ള പൊസിഷനും കിട്ടേണ്ട പൊസിഷൻസ്, ആ 2 പൊസിഷൻ നോക്കുക. അത്രയും ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ഇതിന്റെ അനുപാതം ഇങ്ങനെ പറയാൻ പറ്റും. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. മലയാളത്തിലാണെങ്കിൽ പദവ്യത്യാസം ഡിവൈഡഡ് ബൈ എന്ത്? സ്ഥാനവ്യത്യാസം. പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസമാണ് എന്ത്? പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസ് ഈസ് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസമാണ് എന്ത്? പൊതുവ്യത്യാസം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ പദവ്യത്യാസം 14, 4 ഇത് രണ്ടുമാണ് പദങ്ങൾ. 14 - 4 ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം 14 ആണ് നമ്മളിവിടെ ആദ്യം എഴുതുന്നതെങ്കിൽ അതിന്റെ സ്ഥാനം 3 മൈനസ് 4ന്റെ സ്ഥാനം 1 is equal to 10 divided by 2 is equal to 5 എന്ന് എഴുതി. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 5 ആണ്. ഇനി ഒരാൾ ഇങ്ങനെ എഴുതി 4 - 14 ഡിവൈഡഡ് ബൈ, അപ്പൊ അയാളുടെ ഡിനോമിനേറ്റർ എന്താകും? 4ന്റെ പൊസിഷൻ എത്രയാ? 1 മൈനസ് 14ന്റെ പൊസിഷൻ 3. ഏതാണോ നമ്മൾ എഴുതുന്നത് അതിന്റെ പൊസിഷൻ തന്നെ ആദ്യം എഴുതണം. -10 ഡിവൈഡഡ് ബൈ -2 ആൻസർ 5 എന്ന് കിട്ടും. അതായത് ഈ ഒരു ബന്ധം ഓർമ്മിക്കുക. -a/-b എന്താണ് അർത്ഥം? a/b ആണ്. അംശവും ഛേദവും നെഗറ്റീവ് ആണെങ്കിൽ ആ ഭിന്നസംഖ്യയുടെ വില പോസിറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യമാണ് നമുക്ക് അതിനകത്ത് ആമുഖമായിട്ട് മനസ്സിലാക്കേണ്ടത്. പേജ് നമ്പർ 21, 22 ഇതിലൊരു 7 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം, ബാക്കി നിങ്ങൾ ഹോംവർക്കായി ചെയ്തു നോക്കുക. അപ്പോൾ അതിൽ പാർട്ട് 1ൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്.
അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് 24 42. ഓക്കെ, അടുത്ത രണ്ട് ടൈം എഴുതാനാണ് ചോദ്യം. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 42 മൈനസ് 24 ഈസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും. ഈ 18 42 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 60 എന്ന് വരും. വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 78 എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ അടുത്ത രണ്ട് ടൈംസ്. ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും ഇല്ല. അടുത്ത ടൈം 24ഉം അത് കഴിഞ്ഞുള്ള ടൈം 42ഉമാണ്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 18 എന്ന് കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? സെക്കൻഡ് ടൈം വേണം. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളൂ? തേർഡ് ടൈമേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് ടൈം വേണം, തേർഡ് ടൈമാണ് നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ഒരു പ്രാവശ്യം സബ്ട്രാക്ട് ചെയ്താൽ മതി. കാരണം നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്, തേർഡ് ടൈം ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ്. മൂന്നാമത് കിട്ടണമെങ്കിൽ രണ്ടാമത്തെ കൂടെ പൊതുവ്യത്യാസം കൂട്ടണം. ഓക്കെ, തിരിച്ച് നമുക്ക് രണ്ടാമത് കാണണമെങ്കിൽ ഈ പൊതുവ്യത്യാസം എന്ത് ചെയ്താൽ മതി? മൂന്നാമത്തിൽ നിന്നും സബ്ട്രാക്ട് ചെയ്താൽ മതി, കുറച്ചാൽ മതി. അപ്പം തേർഡ് ടൈം എത്ര? 24 മൈനസ് കോമൺ ഡിഫറൻസ് 18 ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 6 എന്ന് കിട്ടും. ഇവിടെ സെക്കൻഡ് ടൈം. ദെൻ അഗൈൻ ഫസ്റ്റ് ടൈം വേണം. അപ്പം സെക്കൻഡ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ്. സെക്കൻഡ് ടൈം എത്രയാ? 6 മൈനസ് കോമൺ ഡിഫറൻസ് 18. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -12. രണ്ട് ഡിഫറൻസ് സൈൻസ് ആണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. 18ൽ നിന്ന് 6 കുറച്ചാൽ 12. വലുത് ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പം -12 എന്ന് കിട്ടും, -12 എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ്. ഓക്കെ, ദെൻ (24 42). ഇവിടെ നമുക്ക് മിഡ് ടേം ആണ് വേണ്ടത്. എങ്ങനെയാണ് മിഡ് ടേം കണ്ടുപിടിക്കാനുള്ള എളുപ്പം പറഞ്ഞു തന്നത്? എ ബി സി കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു എന്താണ്? a+c/2 അല്ലേ? അപ്പോൾ a+c/2 എന്ന് പറഞ്ഞാൽ 42 + 24 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 66/2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 33 എന്ന് കിട്ടും. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് ആ കോമൺ ഡിഫറൻസ് ഇതിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർത്ത് ടൈം കിട്ടും. ഓക്കെ, അല്ല അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ് 24-42. അപ്പൊ ഇവിടെ നമുക്കുള്ളത് ഫസ്റ്റ് ടൈം ഉണ്ട് 24, ഫോർത്ത് ടൈം ഉണ്ട് 42. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ടൈം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം. പദവ്യത്യാസം ആകുമ്പോൾ 42 - 24 ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം ആകുമ്പോൾ 4 - 1 ഈസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 3. ആൻസർ എന്ത് വരും? 6 എന്ന് കിട്ടും. ഇത് കോമൺ ഡിഫറൻസ് ആണ്. അപ്പം ആഡ് ചെയ്യുമ്പോൾ 36 ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ബാക്കി ചോദ്യങ്ങൾ അതിനകത്തുള്ളത് സ്വന്തമായി ചെയ്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ചെയ്ത മോഡലിൽ ചെയ്യാനാണ്. രണ്ട് പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ രണ്ട് പൊസിഷനിലെയും ടേംസും ഉണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തേർഡ് ടൈം സിക്സ്ത് ടൈം, ഈ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. തേർഡ് ടൈം 34ഉം സിക്സ്ത് ടൈം 67ഉമാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 67 - 34 ഓൾ ഡിവൈഡഡ് ബൈ 6 - 3 ഈസ് ഈക്വൽ ടു 33 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 11. തേർഡ് ടൈം ഉണ്ട്. സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ സെക്കൻഡ് ടൈം ഈസ് ഈക്വൽ ടു 34 - 11 ഈസ് ഈക്വൽ ടു 20. ഫസ്റ്റ് ടൈം ആകുമ്പോൾ 23 - 11 ഈസ് ഈക്വൽ ടു 12. അപ്പോൾ സീക്വൻസ് എങ്ങനെ വരും? 12, 23, 34, then 45, 56, 67 ഇങ്ങനെ പോകും. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ് അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും. അപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റും. ഇതിനൊരു വ്യത്യാസം വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ടൈം
സെക്കൻഡ് ടൈം 5ഉം ഫിഫ്ത്ത് ടൈം 2ഉമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് എത്ര കിട്ടും? ടൈം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടൈം ഡിഫറൻസ് 5 മൈനസ് 2 ഡിവൈഡഡ് ബൈ 5ന്റെ പൊസിഷൻ 2 മൈനസ് 5 ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ മൈനസ് 3. 3 ഡിവൈഡഡ് ബൈ മൈനസ് 3 എന്ന് കിട്ടും. ഇതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് വരും? -1 എന്ന് കിട്ടും കോമൺ ഡിഫറൻസ്. അപ്പോൾ ഓർമ്മിക്കുക, x2 5 ആണ്, കോമൺ ഡിഫറൻസ് -1 ആണ്. നമുക്ക് എന്താ വേണ്ടത്? ഫസ്റ്റ് ടൈം വേണം. ഫസ്റ്റ് ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെക്കൻഡ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യും. ഇവിടെ സെക്കൻഡ് ടൈം 5 മൈനസ് കോമൺ ഡിഫറൻസ് -1 ആണ്. അത് ഇങ്ങനെ എഴുതാം, 5 മൈനസ് -1. മൈനസ് ഇൻറ്റു മൈനസ് എന്താകും? പ്ലസ് ആകും. 5 + 1 എന്ന് വരും. ആൻസർ 6 എന്ന് വരും. ഇതാണ് ഫസ്റ്റ് ടൈം. തേർഡ് ടൈമിലേക്ക് മാറുമ്പോൾ x2 പ്ലസ് ഡി ആണ്. x2 സെക്കൻഡ് ടൈം 5 പ്ലസ് ഡി -1 is equal to 5 plus into minus -1 is equal to 4 ആണ്. ഓക്കെ, അപ്പോൾ സീക്വൻസ് 6 5 4 3 2 1 ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇത് ഓർമ്മിക്കും. ഇനി ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, xn is equal to m, xm is equal to n ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് m മൈനസ് n ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് m വന്നത് n അല്ലേ, എന്ത് പൊസിഷൻ? അപ്പോൾ n മൈനസ് n. ഇതിനെ റീറൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, m മൈനസ് n ഡിവൈഡഡ് ബൈ n മൈനസ് m എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് m മൈനസ് n എന്ന് എഴുതാം. n മൈനസ് എമ്മിനെ എങ്ങനെ എഴുതും? മൈനസ് ഓഫ് m മൈനസ് n. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി നോക്കി, മൈനസ് ഇൻറ്റു m മൈനസ് m മൈനസ് ഇൻറ്റു മൈനസ് n പ്ലസ് n. ഓക്കെ, മൈനസ് ഇൻറ്റു മൈനസ് n പ്ലസ് n ആകും. അപ്പം പ്ലസ് n മൈനസ് n. അത് റീറൈറ്റ് ചെയ്ത് എങ്ങനെ എഴുതി? മൈനസ് ഓഫ് m മൈനസ് n. ഇത് രണ്ടും സെയിം ടൈംസ് ആണ്. ഇതങ്ങ് ക്യാൻസൽ ആയി പോകും. ബാക്കി ആറുണ്ട്, വെട്ടിപ്പോയാൽ ബാക്കി 1 കാണും. 1/-1. അതിൻ്റെ വില എത്ര? -1. ഈ ഒരു ക്വസ്റ്റ്യൻ പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് nth ടൈം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് m ആൻഡ് mth ടൈം ഈസ് n. പ്രൂവ് ദാറ്റ് ഇറ്റ് കോമൺ ഡിഫറൻസ് ഈസ് -1. ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം m-ഉം m-ാം പദം n-ഉമാണ് എങ്കിൽ അതിന്റെ പൊതുവ്യത്യാസം -1 ആയിരിക്കും എന്ന് തെളിയിക്കുക. ഈ ഒരു കാര്യമാണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ചത് പൊസിഷനും ടേംസും എഴുതാവുന്ന റിലേഷൻ വെച്ചാണ് പഠിച്ചത്. ആദ്യത്തെ 5 പദങ്ങളോ അല്ലെങ്കിൽ സീക്വൻസ് എഴുതുന്ന മോഡലാണ് പഠിച്ചത്. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ അതിനകത്ത് 2 പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് ഫിഫ്ത്ത് ടൈം 38ഉം ദെൻ 9th ടൈം 66ഉമാണ്. ഫിഫ്ത്ത് ടൈം 38ഉം 9th ടൈം 66ഉമാണ്. വാട്ട് ഈസ് ഇറ്റ്സ് 25th ടൈം? 25th ടൈം എത്രയാണ് എന്നാണ് ഫസ്റ്റ് ചോദ്യം. അപ്പോൾ 25th ടൈം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട കാര്യം കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ ടൈം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടൈം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ 66 മൈനസ് 38 ഡിവൈഡഡ് ബൈ ഫിഫ്ത്ത് ടൈം അല്ലേ? പതിനാറ് 8 then 28 ഡിവൈഡഡ് ബൈ 4 എന്ന്. 60. ഓക്കെ, 28 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്ത് വരും? 7. കോമൺ ഡിഫറൻസ് 7. വേണ്ടത് എന്താ? 25th ടൈം ആണ് വേണ്ടത്, 25ാം പദമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 2 പൊസിഷനുണ്ട്. 9th ടൈം എടുത്തു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം 9ാം പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 25ാം പദം കിട്ടുക? എന്താ വ്യത്യാസം? ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഓക്കെ, ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ 16 എന്ന് കിട്ടും. 25 മൈനസ് 9. ഇത്രയും പ്രാവശ്യം എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. ഈസ് ഈക്വൽ ടു x9 66 പ്ലസ് 25 മൈനസ് 9 16 ഇൻറ്റു d7. 66 പ്ലസ് 178 അല്ലേ?
ഓക്കെ, ക്ലിയർ ആയല്ലോ. ദെൻ നെക്സ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഓർ എക്സ് 25 ആണ് വേണ്ടത്. ഫിഫ്ത്ത് ടൈം എടുത്തു കഴിഞ്ഞാൽ അതിനോട് നമ്മൾ എന്ത് ചെയ്താൽ മതി, 20 ടൈംസ് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. ആ 20 എങ്ങനെ കിട്ടി, 25 - 5 അത്രയും ടൈംസ് കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം കൂട്ടുക. അത്രയും പ്രാവശ്യം കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം കൂട്ടുക. 5 38 അധികം 20 ഇൻറ്റു ഡി എത്ര, 7, 38 പ്ലസ് 140 എന്ന് ഈസ് ഈക്വൽ ടു 170. ഇങ്ങനത്തെ കാര്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ഗുണിക്കാനും ഹരിക്കാനുണ്ടെങ്കിൽ ചെയ്യുക. അത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാവും, കൂട്ടുക കുറയ്ക്കുക ക്രിയകൾ ചെയ്യാം. 13, 25, 35 ഈ സീക്വൻസിൽ ഒരു ടേം ആണോ 101 എന്ന് നോക്കുക. 101. അപ്പം അതിന് ചെയ്യേണ്ടത് ഈ സീക്വൻസിൽ ഓരോ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര കിട്ടും, 11 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഈ കോമൺ ഡിഫറൻസിന്റെ ഈ സീക്വൻസിനെ ഓരോ ടേമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു റിമൈൻഡർ കിട്ടും. 13/11. റിമൈൻഡർ എത്ര, റിമൈൻഡർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാകുന്നുണ്ടോ, 2 ആണ്. റിമൈൻഡർ 2 ആണ്. ശരിയാണല്ലോ. 24നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 2 ആണ്. അപ്പോൾ അതിനർത്ഥം ഈ സീക്വൻസിലെ ഏത് ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 തന്നെ കിട്ടും. 101നെയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എത്ര തന്നെയാണ്, 2 തന്നെയാണ്. അപ്പോൾ അത് സീക്വൻസിലെ ടേം ആണ്. ഓക്കെ, നമുക്ക് കോമൺ ഡിഫറൻസും സീക്വൻസും കിട്ടും. അല്ലെങ്കിൽ സീക്വൻസ് തന്നതിന് ശേഷം ഒരു ടേം ആ സീക്വൻസിൽ വരുമോ എന്ന് നോക്കാം. ചെക്ക് വെദർ എ ടേം ബിലോങ്സ് ടു ദി സീക്വൻസ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കോമൺ ഡിഫറൻസ് കാണുക. ആ കോമൺ ഡിഫറൻസ് കിട്ടുമ്പോൾ സീക്വൻസിലെ ഏതെങ്കിലും ഒരു പദത്തെ ആ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഒരു സംഖ്യ കിട്ടും. പരിശോധിക്കേണ്ട സംഖ്യ, ചെക്ക് ചെയ്യേണ്ട സംഖ്യയും ആ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ ആണ് എങ്കിൽ ആ ടേം എന്ത് ചെയ്യും, സീക്വൻസിൽ വരും, ഇല്ലെങ്കിൽ വരത്തില്ല. ഇതാണ് ഓർമ്മിക്കേണ്ടത്. ഈ മോഡലാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ആ പാർട്ടിലെ ബാക്കി ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കൂട്ടുകാർ ചെയ്യുക. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ആൾജിബ്ര ഓഫ് സീക്വൻസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.